മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യണം. ഒരു കാണേണ്ട കാഴ്ചയാണ്, നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് കാണണം കേട്ടോ. വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. സൂപ്പർ മസ്റ്റ് വാച്ച് ഇവിടെ വന്നിരിക്കണം, മസ്റ്റ് വിസിറ്റ്, പറയാതെ വയ്യ. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നൊരു അത്ഭുത കാഴ്ച കാണിച്ചു തരാം. ഞാനിന്ന് ഇടുക്കിയിലാണ്, ഇടുക്കി ജില്ലയിലാണ് വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഇടുക്കി ഡാം കാണാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ കണ്ണാടി ശ്രദ്ധിച്ചല്ലോ അല്ലേ, കോസ്റ്റ്ലി കണ്ണാടിയാണ്, 150 രൂപ. കാരണം ഇത് വെച്ചപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായത്. കാരണം നമ്മളിങ്ങനെ സംസാരിക്കുമ്പം വെയിലുണ്ട് കേട്ടോ, ഇല്ലൊന്നും പറയാൻ പറ്റത്തില്ല. വെയിലത്ത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പം കണ്ണ് കിടന്ന് ചിമ്മും, നമ്മളിങ്ങനെ ഒരു ചിമ്മുമല്ലേ, അതുപോലെ. അപ്പോൾ അത് ഒഴിവാക്കാം, എന്താണെങ്കിലും ഇത് എനിക്ക് പ്രയോജനപ്പെട്ടു. അപ്പോൾ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ഇടുക്കി ഡാം, എൻ്റെ പൊന്നോ, ഇത് ഒരു കാണേണ്ട കാഴ്ചയാണ്, നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് കാണണം കേട്ടോ. അതായത് ഞാനിപ്പം ഒരു 10-16 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇതുവരെ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, അതായത് ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥലം ഇതാണ്, ഇടുക്കി ഡാം. കണ്ടോ, ആ കാണുന്നതാണ് ഇടുക്കി ഡാം. ഇത് ചെറുതോണി ഡാം. ഈ പോകുന്നത് ഒരു ഡാമാണ്, അതെനിക്കറിയത്തില്ല, പേര് ഞാൻ വിട്ടുപോയി. ഇവിടുന്ന് നേരെ അങ്ങോട്ട് ഒഴുകി പോകുന്നത് പെരിയാറിലോട്ടാണ്. അപ്പം ഇടുക്കി ഡാമിൻ്റെ വിഷ്വലാണ്. എന്ത് രസമാണെന്ന് നോക്കിയോ. ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പം ഇങ്ങനെ തോന്നുമെങ്കിലും ഇതൊന്ന് നേരിട്ട് വന്ന് കാണണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇവിടെ തന്നെ വരണം, അതായത് ഞാൻ ഈ പറയുന്ന ഇവിടെ വന്ന് തന്നെ ഈ വ്യൂ കാണണം. വേറെ എവിടെ നിന്ന് കണ്ടാലും ഈ എഫക്റ്റ് കിട്ടത്തില്ല. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലൊരു ചെറിയൊരു ഗോപുരമുണ്ട്. ഇതൊരു വലിയൊരു ഊഞ്ഞാലിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ഇതും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ വ്യൂ കിട്ടുകയുള്ളൂ. കാരണം ഇവിടെ നിന്ന് കാണണമെന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഇവിടെ വേറെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. കറങ്ങി തിരിഞ്ഞ് നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ വ്യൂ ഒക്കെ എടുക്കാം. കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ വ്യൂ ആണ്. ഞാൻ കണ്ണാടി എടുത്ത് മാറ്റി. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കിഡ്സിനും അത്യാവശ്യം മുതിർന്നവർക്ക് കയറാവുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ്. എന്നാലും കിഡ്സിനെയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു. പിള്ളേർക്ക് വേണ്ടിയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. പക്ഷേങ്കിൽ ഇതുണ്ടോ, ഇത് പിള്ളേർക്കല്ല, ഇതിപ്പം വലിയവർക്കൊക്കെ പോകാൻ തോന്നുന്നു. അത് ഇച്ചിരി റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അതായത് ഇതുവഴി ഇങ്ങനെ നടന്ന് അവിടെ പോകണം. ഇതൊരു അഡ്വഞ്ചറാണ്. അപ്പം ഇതെന്ന് പറയുന്നത് മീൻകുളമൊന്നുമല്ല, അവിടെ ബോട്ടിങ്ങിനുള്ള, അതായത് കൊട്ടവഞ്ചി പോലത്തെ സംഭവമില്ലേ, അത് ഇതുവഴി കയറി തുഴഞ്ഞൊക്കെ അങ്ങോട്ട് ഇല്ല നടക്കാം. അതുവഴി ഒരു ചെറിയൊരു ഈവനിങ് ഒക്കെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലൊരു ചെറിയൊരു പാർക്ക്. അപ്പോൾ നമുക്ക് അവിടെ പോകണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂസിലേക്ക് പോകാം. ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, കിഡ്സിന് വേണ്ടി ഉള്ളൊരു സ്ഥലമാണ്. മുതിർന്ന ആൾക്കാർക്ക് ഇവിടെ കയറാം എന്ന് തോന്നുന്നു, പക്ഷേങ്കിൽ കിഡ്സാണ് മെയിൻ. അപ്പോൾ ഇതുണ്ടോ, ഇതൊരു ചെറിയൊരു പരിപാടി. ഇതിന് വെളിയിൽ കൂടെ കയറി കുഞ്ഞുങ്ങളൊക്കെ കയറി ഇറങ്ങി അപ്പുറത്തോടെ പോകും. പിന്നെ ഇതൊരു ചെറിയൊരു ബോട്ടിങ് പോലത്തെ ഒരു സെറ്റപ്പാണ്. അതായത് ആ കിടക്കുന്ന ബോട്ട് ഇവിടെ എടുത്തിടും, എന്നിട്ട് അതിൻ്റെ കൂടെ കയറി കൈ കൊണ്ട് തുഴയുന്ന പോലെ. ഇതൊരു ചെറിയൊരു കൊക്കാണ്. അതുപോലെ അവിടെയും ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു ടൈപ്പ് അഡ്വഞ്ചറാണ്. ഇതൊരു പിള്ളേർക്ക് വേണ്ടിയുള്ളത്, കാണുമ്പോഴേ അറിയാം പിള്ളേർക്കുള്ള സെറ്റപ്പാണ്. ഇതെല്ലാം ചെറിയ എമൗണ്ടുകളുണ്ടാവും കേട്ടോ. പാസ് കൊടുത്ത് വേണം ഇതൊക്കെ കയറാൻ. വലിയ എമൗണ്ടൊന്നുമില്ല. കാരണം ഞാൻ ഇതിൻ്റെ എൻട്രി പാസ് എന്ന് പറഞ്ഞിട്ട് 25 രൂപ കൊടുത്തുള്ളൂ. ഇതൊരു സൈക്ലിംഗ് പരിപാടി. ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോകും, തിരിച്ചിവിടെ വരും. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഒരു സൺഡേ ഒക്കെ വന്ന് ഇവിടെ അടിച്ചു പൊളിച്ച് പോകുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ കാണുന്നുണ്ട്. നൈസല്ലേ. പിന്നെ നമുക്ക് ഇവിടുന്ന് അവിടെയാണ് പോകേണ്ടത്. അവിടെ പോകുന്നതിന് മുമ്പായിട്ട് ആ പാറ കണ്ടോ, അതിൻ്റെ മുകളിലൊന്ന് കാണണം. അത് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകണം. ഇവിടെ കുറേ ചേട്ടന്മാരിപ്പുണ്ട്. അപ്പം ഇവിടുത്തെ ആൾക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് അവരോട് ചോദിച്ചറിയാം. അവരെങ്ങനെ നമുക്കറിയത്തില്ലല്ലോ, അപ്പോൾ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ ഇവിടുത്തെ റേറ്റ് ഒക്കെ എങ്ങനെ ഒന്ന് പറയാമോ, എങ്ങനെയായിരിക്കും? നമുക്കിവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് റേറ്റാണ് വരുന്നത്. കുട്ടികൾക്കാകുമ്പോൾ നമുക്കിവിടെ ഒരു പാർക്കായിട്ടാണ് വരുന്നത്. അതിൽ സ്ലൈഡിങ്സ് വരുന്നത്.
ഓക്കെ. പിള്ളേർക്ക് 4 വയസ്സ് വരെ 59 രൂപ, 5 തൊട്ട് 11 വരെ 112 വരും. ആ ഓക്കെ. അത് ഈ പറയുന്ന റേറ്റ് GST കൂട്ടി പറയുന്നത്? കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന റേറ്റ് ആണ് വരുന്നത്. ആ ഓ ശരി. പിന്നെ നമുക്ക് ടവറുകളുണ്ട്, പിള്ളേർക്ക് ഒരു 6 ഹാങ്ങിങ് ടാസ്ക് ആയിട്ട് വരുന്നത്. ഓ അങ്ങനത്തെ റേറ്റ് ഇത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കയറണല്ലേ, ഈ സമയം കൂടെ ഒന്ന് ഏകദേശം രാവിലെ എത്ര മണി തൊട്ടാ? 8 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ പാർക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ആക്ടിവിറ്റി 9 തൊട്ട് 6 വരെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. നമുക്ക് ഇവിടെ വന്നത് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ജയൻസിംഗ് എന്ന് പറയുന്ന ഒരു റൈഡാണ് വരുന്നത്. ഒരു ഊഞ്ഞാലാണ്, ഒരു 19 ഹൈറ്റിൽ ബുക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സിപ്ലൈന്, സൈക്ലിങ്. ഈ കാണുന്നത് ഇപ്പൊ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് വരും, താഴേക്ക് വരുമ്പോൾ അത് സെപ്പറേറ്റ് ആവും അല്ലെ? ഓരോന്നും ഓരോ സെക്ഷനും ഓരോ റേറ്റ് ആയിട്ടാണ്, സെപ്പറേറ്റ് റേറ്റ് ആയിട്ടാണ്. ഓക്കെ ഓക്കെ ശരി. അപ്പം നമ്മൾ ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചാൽ ഇവിടെ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. കാരണം ഇവിടെ എനിക്ക് അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടു. കാരണം നൈസാണ്, അതായത് സൂപ്പറാണ്. അത് ആ വ്യൂ ഒക്കെയാണ് അതിൻ്റെ ആ ഒരു സെറ്റപ്പ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടുത്തെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് ഇട്ടേക്കാം. ഈ കാണുന്നതാണ് ഡീറ്റെയിൽസ്. ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ ഇതുവരെ നിന്ന ഹൈറ്റിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് കയറുക. അപ്പം മുകളിൽ കയറിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സെറ്റപ്പ് എന്ന് മുകളിൽ ചെന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. വന്നിട്ട് 1 2 3 മൂന്നാമത്തെ സ്ഥലമായതേ ഉള്ളൂ. ഇനി താഴെ ഒരു സ്പോട്ടുണ്ട്, വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് മുകളിലൊന്ന് കയറാം. നമ്മൾ മേളിൽ വന്നു. നമ്മൾ അവിടെയാണ് നിന്നത്. അവിടുത്തെ ആ ഒരു ഏരിയയാണ് കവർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ആ തടാകം കാണാം. അപ്പോൾ ഇവിടെ ഒരു ഇത് ടവർ പോലെ നമ്മൾ കണ്ട ടവറാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലൊന്ന് കയറി അതിൻ്റെ വ്യൂ കൂടെ ഒന്ന് നോക്കാം അല്ലേ. ഇതാണ് ആ ഹിൽസ്. നൈസല്ലേ? ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? പക്ഷെങ്കിൽ നമ്മൾ ആദ്യമേ കണ്ട വ്യൂവിൻ്റെ അത്ര ഒന്നും ഇത് വരില്ല. ആദ്യമേ കണ്ട വ്യൂ തന്നെയാണ് വ്യൂ. അതെന്തോ ആദ്യമേ തന്നെ നമ്മളങ്ങോട്ട് നല്ല വ്യൂ കിട്ടുന്ന നേരത്ത് തന്നെ ചെന്നു. താഴെ നോക്കും കണ്ടോ. നമുക്ക് അവിടെ പോകാനുണ്ട്, അവിടെ പോവാം. നൈസല്ലേ? ഇവിടെ ഈ മല നിൽക്കുന്നുണ്ട്, കവർ ചെയ്ത് പോയി. അപ്പോൾ ഇതിൻ്റെ മേളിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി റൗണ്ട് അടിക്കാം. ഇത് വലിയ ടവറൊന്നുമല്ല, കൊച്ചു ടവറാണ്. ഇതിന് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കിട്ടും റൗണ്ട് ചെയ്ത് വരുമ്പോൾ. ആൾക്കാരൊക്കെ ഉണ്ട്, അത് വന്നിട്ടിരിക്കുന്നു. ഇത് നമ്മൾ ആദ്യമേ കണ്ട ഡാം, അവിടം. ഇതിലും അടിപൊളി വ്യൂ താഴെ തന്നെ. അവിടെ നിന്ന് നോക്കുന്നതാണ് ഏറ്റവും അടിപൊളി. അപ്പോൾ അവിടുത്തെ കാഴ്ച കഴിഞ്ഞു. നമുക്ക് താഴെ കണ്ട ആ ഒരു പാർക്ക് പോലെ കണ്ട ഒരു സെറ്റപ്പില്ലേ, അങ്ങോട്ട് പോവാം. ഇതൊരു ചെറിയൊരു നട പോലെ. നമ്മൾ കയറി വന്ന അതേ വഴി തന്നെ. ഇവിടുന്ന് ഈ വഴിയല്ല കേട്ടോ പോകണ്ടേ, അവിടുന്ന് അങ്ങനെ പോയി താഴോട്ട് പോകണം. അങ്ങനെ നമ്മൾ താഴെ വന്നു. അതായത് നമ്മൾ മേളിൽ നിന്ന് കണ്ട കാഴ്ചകളുണ്ടല്ലോ, അത് നമുക്ക് ഇപ്പം ഏകദേശം നമ്മുടെ ഫ്രണ്ടിൽ കാണാം. അപ്പം ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും നൈസ് തന്നെ കേട്ടോ. അപ്പം ഈ വ്യൂ അല്ല ഞാൻ പറയുന്ന വ്യൂ ഇതാണ്. ഇടുക്കി വൈബ്സ്. നൈസല്ലേ? അപ്പോൾ ഒന്നുകൂടെ എനിക്ക് പിന്നെയും പറയാൻ തോന്നുക, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ചെറുതോണി ഡാം, ഇടുക്കി ഡാം, അതെനിക്കറിയത്തില്ല, മറന്നുപോയി. ആ പോകുന്ന പെരിയാർ. അപ്പം സൂപ്പറല്ലേ? നൈസ് എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഇവിടെ വന്നില്ലെങ്കിൽ ഇതൊരു നഷ്ടമായിരിക്കും കേട്ടോ. മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യണം.
അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാവേ. അവിടെ നമ്മൾ അത്രയും മേളിൽ നിന്ന് കണ്ട കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ്. ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ട, ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, നമുക്ക് ഇതുവഴി തന്നെ എങ്ങനെയുണ്ട് നോക്കാം. പക്ഷെ അതുവഴി പോകണ്ടെന്ന് പറഞ്ഞത്, അതുവഴി പോയാൽ ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അതുവഴി പോകണ്ടെന്ന് പറഞ്ഞത്. കൊള്ളാം അല്ലേ, സൂപ്പർ. നമ്മൾ അവിടെയാണ് നിന്നത് ആദ്യമേ, അതിൻ്റെ മുകളിൽ. ഇപ്പോൾ നമ്മൾ താഴെ വന്നു. കൊള്ളാം. ഇവിടെ നിന്നാൽ ചെറിയൊരു വ്യൂ ആണ്, അതുണ്ടോ, അത് നൈസല്ലേ. ഇതെങ്ങനെയുണ്ട്, ഇതാ പാർക്കിൻ്റെ ഒരു, നമ്മൾ എന്തേലും പറയണേ, യൂറോപ്യൻ കൺട്രികളിലൊക്കെ ചെല്ലുമ്പം കാണുന്ന ആ ഒരു ബ്യൂട്ടിയില്ലേ, ഞാൻ പോയിട്ടില്ല, ഞാൻ സിനിമയിലും അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. ആ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതാണ് നമ്മൾ താഴേന്ന് കണ്ട ആ ഒരു ബോട്ടിംഗ് നടക്കുന്ന സ്ഥലം. ഇവിടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ കൊട്ടവഞ്ചി പോലത്തെ സെറ്റപ്പാണ്. ഇതുണ്ടോ, കൊട്ടവഞ്ചി എന്ന് പറയുക അത് തന്നെ ആയിരിക്കും അല്ലേ, അത് തന്നെയാണ്. അതുപോലെ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇപ്പോൾ 2 കാണുകയുള്ളൂ. പിന്നെ ഈ അവധിയൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് സീസൺ ആവുമല്ലോ, അപ്പോൾ തിരക്കാവും. അപ്പം ഇവിടെ അടിപൊളിയായിരിക്കും, വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ, സൂപ്പർ. ഉണ്ടോ, നമ്മളവിടെ നിന്നിട്ടാണ് മേളിൽ നിന്ന് വന്നേ. അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഇവിടെ കയറി. ഇപ്പോൾ നമ്മളിവിടെ വന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെ വരും. കൊള്ളാം, മസ്റ്റ് വിസിറ്റ്, പറയാതെ വയ്യ. ഇത് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും, അതാണ് വേറൊരു കാര്യം. അപ്പം കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ബ്യൂട്ടി അറിയത്തുള്ളൂ. കൊള്ളാം. അപ്പോൾ ഇങ്ങനെ ആരും കാണാത്തതും പോകാത്തതും അറിയാത്തതുമായ സ്ഥലങ്ങൾ തപ്പിയാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇടുക്കി ഡാം കാണണം, എന്നിട്ട് അവിടുന്ന് അടുത്ത സ്ഥലം ഉണ്ടോ നോക്കാം. അപ്പോൾ ഇനിയൊരു ചെറിയൊരു വെള്ളം കുടിക്കാം. ഇവിടെ വെള്ളം കുടിക്കാനൊക്കെ സെറ്റപ്പുണ്ട്. ചേട്ടാ എന്നാ ഉള്ളത് ചേട്ടാ വെള്ളം? നാരങ്ങാവെള്ളമുണ്ടോ? നാരങ്ങാവെള്ളമുണ്ട്, ചായയുണ്ട്, കാപ്പിയുണ്ട്, എനിക്ക് മിൽമയുടെ ഫ്ലേവർ മിൽക്കുണ്ട്. ഒരു സോഡ നാരങ്ങാവെള്ളം. ഉപ്പ് മധുരം അല്ലേ കേട്ടോ? വേണം. അങ്ങനെ വീണ്ടും കണ്ണാടി വെച്ചു. ഇടുക്കി വൈബ്. അപ്പോൾ ഇടുക്കി വൈബിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇടുക്കി ഡാം ഒന്നുകൂടെ കാണാം. ഇത് കാണാനാണല്ലോ നമ്മൾ വന്നത്, അപ്പോൾ ഇതല്ലേ മെയിനായിട്ട് കാണിക്കേണ്ടതും. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? അത് നമ്മുടെ വൈശാലി ഗുഹയാണ് ആ കാണുന്നത്. അപ്പോൾ മറക്കണ്ട, മസ്റ്റ് വാച്ച് ഇവിടെ വന്നിരിക്കണം. എങ്കിലേ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഞാൻ ഈ വാങ്ങിക്കൊണ്ട് പറഞ്ഞതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വന്ന് കാണണം, കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. അടുത്ത വീഡിയോ കാണാം.